പ്രിയപ്പെട്ടവരെ, ഏവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ജൂലൈ 28-ാം തീയതി സൗത്ത് കൊറിയയിലെ ബുസാൻ എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ കപ്പൽ ഡിപ്പാർച്ചർ ചെയ്യുമ്പോൾ ഞാനെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നതിൽ കൂടുതൽ ഭാഗവും തുറമുഖവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും ഞങ്ങളുടെ കപ്പലിൽ നിന്നും സൈഡിലോട്ടുള്ള കാഴ്ചകളുമാണ്. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പൂർണ്ണമായി കാണണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ യാത്ര സൗത്ത് കൊറിയയിലെ ബുസാൻ മുതൽ ചൈനയിലെ യാങ്ഷാൻ വരെയും, പിന്നെ ചൈനയിലെ യാങ്ഷാൻ മുതൽ ചൈനയിലെ മറ്റൊരു സ്ഥലമായ നാൻഷാൻ വരെയുമുള്ള രസകരമായ യാത്രാനുഭവങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും ഡിപ്പാർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയിലേക്ക് തുറമുഖത്തേക്ക് അടുത്തു വരുന്ന ഒരു റോറോ ഷിപ്പാണ് നിങ്ങൾക്ക് ദൃശ്യത്തിൽ വ്യക്തമാവുന്നത്. റോറോ എന്നാൽ റോൾ ഓൺ റോൾ ഓഫ് എന്നാണ്. ഇതിൽ കയറ്റുന്നതിൽ കൂടുതൽ ചരക്കുകളും വാഹനങ്ങളാണ് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക്, ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത്. അതിൽ കാറുണ്ടാവാം, ബസ്സുണ്ടാവാം, ട്രക്കുണ്ടാവാം, ട്രാക്ടറുണ്ടാവാം, JCB ഉണ്ടാവാം തുടങ്ങിയ എല്ലാതരം വാഹനങ്ങളും ഇതിൽ കയറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ജലഗതാഗതത്തിൽ ഉപയോഗിക്കുന്ന പലതരം വാട്ടർ മാർക്കുകളും സിഗ്നലുകളും, ഉള്ളിലോട്ട് തുറമുഖത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പലതരം കപ്പലുകളും, അതുപോലെ തീരപ്രദേശങ്ങളും ചെറിയ ചെറിയ ദ്വീപുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന രസകരവും സൗന്ദര്യവുമായ പാലങ്ങളും, കൂടാതെ ദ്വീപസമൂഹങ്ങളോട് ചേർന്നുള്ള ചെറിയ കൊച്ചു തുരുത്തുകളും അതുപോലെ ബീച്ചുകളും എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് പഠിക്കേണ്ടതായൊരു കാര്യം, നമ്മുടെ നാടും ഇതുപോലെ സമുദ്ര സമ്പത്ത് കൊണ്ടും അതേ സമുദ്രങ്ങൾക്കടുത്തുള്ള കാഴ്ചകൾ കൊണ്ടും വളരെ സമ്പന്നമാണ്. അതിനെ കൂടുതൽ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉല്ലാസാടിസ്ഥാനത്തിലേക്ക് മാറ്റിയെടുത്ത് നമ്മുടെ നാടും ഇതുപോലെ പലതരം വ്യാവസായിക ഉന്നമന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തി രാജ്യത്തിൻ്റെയും നാട്ടിൻ്റെയും സമ്പദ് വ്യവസ്ഥയിൽ കാതലായ മാറ്റം വരുത്തുവാൻ ഭരണാധികാരികളും നമ്മളും ഇവരും ശ്രമിക്കേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളിൽ നിന്നും മനസ്സിലാക്കാം. തീരത്തോടടുത്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കപ്പലുകളും നിങ്ങൾക്ക് ഇപ്പോൾ ദൃശ്യത്തിൽ വ്യക്തമാണ്. അങ്ങനെ മെല്ലെ മെല്ലെ തീരം വിട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ വന്യതയാർന്ന മഹാസമുദ്രങ്ങളിലേക്ക് മെല്ലെ മെല്ലെ ഉരുണ്ടു നീങ്ങുകയാണ്. ഇനി വരുന്ന ഏതാനും ദിവസങ്ങൾ ഞങ്ങളിൽ നിന്നും 25 മുഖങ്ങൾ മാത്രം പരസ്പരം കണ്ടും കേട്ടും സഹിച്ചും പറഞ്ഞും കൊടുത്തും വാങ്ങിയും ഞങ്ങൾ സന്തോഷത്തോടുകൂടി ദിവസങ്ങൾ തള്ളി നീക്കുകയും ഞങ്ങളുടെ ജോലി വിജയകരമായി ലക്ഷ്യത്തിലെത്തിപ്പിക്കുകയും ചെയ്യണമെന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തം കൂടി ഞങ്ങളിലുണ്ട്. അങ്ങനെ വന്യമായ കടലിൽ നിന്നും ഞങ്ങൾ മെല്ലെ മെല്ലെ വീണ്ടും തീരപ്രദേശത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ ചെറിയ കപ്പലുകളും വലിയ കപ്പലുകളും ഞങ്ങൾക്ക് നോക്കത്താ ദൂരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിവിദൂരമല്ലാതെ നമ്മുടെ അടുത്ത പോർട്ടായ ഷാങ്ഹായിൽ അടുത്ത യാങ്ഷാനിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളും സൂചനകളും എല്ലാം പ്രകൃതിദത്തപരമായി നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒഫീഷ്യലായിട്ടും നമ്മൾക്ക് പോർട്ട് കൺട്രോളിൽ നിന്നും എല്ലാം ഉള്ള ഉത്തരവുകളും നിർദ്ദേശങ്ങളും മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഷാങ്ഹായിക്കടുത്തുള്ള യാങ്ഷാൻ തുറമുഖത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാങ്ഷാൻ തുറമുഖത്തിനടുത്തുള്ള ചാരി നിൽക്കുന്ന ആ ചെറിയ മലയാണ് ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത്. അങ്ങനെ പണ്ട് എന്നോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട നമ്മുടെ സൗഹൃദങ്ങൾ ഇപ്പോൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. അവർക്ക് അതുപോലെ തന്നെ അവർ ഇത്രയും കാലം കണ്ടു പരിചയിച്ച ചില പുതിയ മുഖങ്ങളിൽ ഞങ്ങളിൽ നിന്നും അവർക്കും കണ്ടേക്കാം. അങ്ങനെ 1000 പ്രതീക്ഷകളുമായി
ഞങ്ങളുടെ ഒരു കപ്പൽ തീരമണിയുമ്പോൾ ആ നാടിൻ്റെയും 1000 പ്രതീക്ഷകളാണ് പൂവണിയുന്നത്. അങ്ങനെ നമ്മൾ യാങ്ഷാൻ തുറമുഖത്തെ കണ്ടെയ്നറുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന വലിയ ഗാൻട്രികളാണ്, വലിയ ക്രെയിനുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഭാഗം എൻ്റെ കപ്പലിലെ ഒരു ബേ ആണ്. ആ ബേയിൽ നീളത്തിലാണ് കണ്ടെയ്നറുകൾ കയറ്റുന്നത്. നിങ്ങൾ കാണുന്ന ബേ വിലങ്ങനെയാണ് നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണുന്നത്. ഇത് ഒരു ബേ മാത്രമാണ്. ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒഴിഞ്ഞ ഭാഗത്ത് ഏകദേശം 170ഓളം കണ്ടെയ്നറുകൾ ഇവിടേക്ക് തന്നെ കയറ്റും. അങ്ങനെ ഏതാനും സമയങ്ങൾക്കുള്ളിൽ നമ്മൾ യാങ്ഷാൻ തുറമുഖത്തോടും വിട പറഞ്ഞ് അടുത്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ യാത്ര തിരിക്കും. ഇപ്പോൾ നിങ്ങൾ അങ്ങ് വിദൂരതയിൽ കാണുന്നത് ഗാൻട്രികളാണ്. നിങ്ങൾ കാണുന്നതിലേക്ക് കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനും ഉപയോഗിക്കുന്ന ക്രെയിനുകളാണവ. അതിനോട് തൊട്ട് തന്നെ നമ്മൾ കാണുന്നത് ഓയിൽ വെല്ലുകളാണ്. ഓയിൽ വെല്ലുകളും അതുപോലെ ടാങ്കുകളുമെല്ലാമാണ്. ഇവിടെ നിന്നും കുഴിച്ചെടുക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുമെല്ലാം ശേഖരിച്ചു വെക്കുന്നത് ഇതുപോലുള്ള സംഭരണികളിലായിരിക്കും. ഈ സംഭരണികൾ നിർമ്മിക്കുന്നത് കൂടുതലും തീരപ്രദേശങ്ങളിലോ സമുദ്രത്തിനടുത്തോ ആയിരിക്കും. അങ്ങനെ നമ്മൾ തിരമാലകളോടും കാറ്റുകളോടും താളം മോദിക്കൊണ്ട് തമ്പടിച്ചുകൊണ്ട് നമ്മൾ അവരോട് സല്ലപിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ വീണ്ടും വൻകടലിലേക്ക് തന്നെ നമ്മൾ ഊഴ്ന്നിറങ്ങി. അങ്ങനെ നമ്മുടെ അടുത്ത സ്ഥാനമായ നാൻഷാൻ തുറമുഖം ലക്ഷ്യമാക്കി യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മെല്ലെ മെല്ലെ താളത്തിനൊത്ത് ഓളത്തിനൊത്ത് കപ്പൽ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ ഏകദേശം തീരപ്രദേശത്തോടെത്താറായി. ഇനി വരാനിരിക്കുന്നത് ഹോങ്കോങ് പോലുള്ള വൻകിട സിറ്റികൾക്ക് സമാന്തരമായുള്ള സമുദ്രപാതകളാണ്. അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഒരു വിമാനം താഴ്ന്നു പറക്കാൻ തുടങ്ങി. അതിൻ്റെ ലക്ഷ്യസ്ഥാനമായ ഹോങ്കോങ്ങോ പരിസര പ്രദേശങ്ങളായ ചൈനയിലെ ഏതെങ്കിലും സിറ്റികളോ ആയിരിക്കും. അതിനാൽ തന്നെ അത് മെല്ലെ മെല്ലെ താഴാൻ തുടങ്ങി. അതിൻ്റെ വലതുഭാഗത്ത് ഗ്രീൻ ലൈറ്റും ഇടതുഭാഗത്ത് റെഡ് ലൈറ്റും ഫ്ലാഷ് ചെയ്യുന്നത് നിങ്ങൾക്കങ്ങ് ദൃശ്യത്തിൽ കാണാവുന്നതാണ്. അങ്ങനെ വിമാനം താഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തുന്നു. വ്യത്യസ്ത ഓർഡറുകൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിരവധി കപ്പലുകൾ സമുദ്രത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം. അങ്ങനെ പ്രകാശപൂരിതമായ ആകാശത്തോടു കൂടി വർണ്ണശബളമായ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ ദ്വീപസമൂഹങ്ങളെ ബന്ധിപ്പിച്ചു പോകുന്ന സുന്ദരമായൊരു പാലമാണ് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഏതൊരു നാവികനും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമാണ്. ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നത്. ഇങ്ങനെ നമ്മൾ മെല്ലെ നാൻഷാൻ തുറമുഖം അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ഗാൻട്രികളാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാനഹായ് എന്ന കപ്പലിൻ്റെ ബാക്കിലാണ് നമ്മുടെ സ്ഥാനം. അങ്ങനെ മെല്ലെ മെല്ലെ കപ്പൽ പൂർണ്ണമായും തീരത്തോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കപ്പൽ പൂർണ്ണമായും തീരത്തോടടുത്തിരിക്കുന്നു. കപ്പലിനെ ഉള്ളോട്ട് കൊണ്ടുവരാൻ സഹായിച്ച ടഗ് ബോട്ടുകളും നിങ്ങൾക്ക് പരിസരങ്ങളിലൂടെ കടന്നു പോകുന്നത് ആയി കാണാം. ഈ ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയാണ് നമ്മൾ കരക്കണിഞ്ഞത്. ഇങ്ങനെ നമ്മൾ ഏകദേശം പൂർണ്ണമായും കരയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വീണ്ടും ഗാൻട്രി നമുക്ക് അടുത്തായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, നമ്മൾ പൂർണ്ണമായും കര കാണാൻ തുടങ്ങി. തുറമുഖത്തെത്തി. കണ്ടെയ്നർ ടെർമിനലിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ നാൻഷാൻ തുറമുഖത്ത് നമ്മൾ പൂർണ്ണമായും തീരമണിഞ്ഞു. കണ്ടെയ്നറുകളെല്ലാം റെഡിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഡിസ്ചാർജിങ് തുടങ്ങിയതാണ് നിങ്ങൾ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ
സൗത്ത് കൊറിയയിലെ ബൂസാനിൽ നിന്ന് ജൂലൈ 28 തുടങ്ങിയ യാത്ര ഇന്ന് നാൻഷാൻ എന്ന ചൈനയിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആഗസ്റ്റ് 8 വിവരം ഓർക്കുമല്ലോ. പിന്നീട് ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.